ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആദർശും നയനയും തിരിച്ചു വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ജലജക്കും അബയ്ക്കും അവരുടെ മകൾ അവന്തികക്കും. പിന്നീട് നമ്മുടെ ജാനകിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കാരണം തൻ്റെ മോൻ്റെ മാനേജർ പദവി, അത് മാനേജറിൻ്റെ സീറ്റിലിരിക്കുന്ന ആ ഒരു ഇത് ഇല്ലാതാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജാനകിക്ക് നല്ല ദേഷ്യമുണ്ട്. ദേഷ്യം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ആദർശിനോട് പറയണ്ട്, നാളെ മുതൽ നീ MD സ്ഥാനത്ത് തിരികെ വന്ന് കയറിയിരിക്കണമെന്ന് പറയുമ്പോൾ ആദർശ് പറയേണ്ട, വേണ്ട മുത്തശ്ശ, അനി വന്നപ്പോൾ നമ്മുടെ ജ്വല്ലറിയിലെ മെച്ചപ്പെട്ട രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയത്. ഒരു ഐശ്വര്യം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അനി തന്നെ MD കസേരയിലിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും അനി പറയണ്ട്, അയ്യോ എൻ്റെ ചേട്ടാ, എൻ്റെ പൊന്നു ചേട്ടാ, അത് വേണ്ട, എനിക്കതിൽ ഒരു താല്പര്യവുമില്ല. ഹോ, ആ കസേരയിലിരിക്കുമ്പോഴേ എനിക്കത് അർഹതയില്ലാത്തൊരു സ്ഥലത്തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഏട്ടൻ ഇത്രയും നല്ലൊരു നിലയിൽ മൂർത്തി ജ്വല്ലറി എത്തിച്ചത് ആ കസേരയിൽ ഇരുന്നുകൊണ്ടാണ്. ഒരു 1-2 മാസം ഞാൻ ഇരുന്നത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വലിയ ഐശ്വര്യം വന്നെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടല്ലോ, അത് വേറൊന്നുമല്ല, ഏട്ടനും മേടത്തെയും പുറകെ നിന്ന് നല്ല രീതിയിൽ തന്നെ പിന്തുണച്ചുകൊണ്ട് മാത്രമാണ് മൂർത്തി ജ്വല്ലറി ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. അത് ആർക്കാ ഏട്ടാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഇതേ നാളെ മുതൽ ഞാൻ വരുന്നില്ല. എനിക്ക് നമ്മുടെ മറ്റേ സ്ഥലത്തെ ഒരു ജ്വല്ലറി തന്നിട്ടുണ്ടല്ലോ, ആ ജ്വല്ലറിയുടെ ഷോറൂമിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മെയിൻ ജ്വല്ലറിയിലെ ഷോറൂമിന്റെ കാര്യം ഏട്ടൻ തന്നെ നോക്കണം എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കാട്ടോ. ഓ, കയ്യിൽ വന്ന നല്ലൊരു അവസരം അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ അവന്തികയുടെ ചെവിയിൽ പറയണ്ട്, എൻ്റെ പൊന്നുമോളെ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന അനി എന്താ മന്ദബുദ്ധിയാണോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? അവന് വലിയ ആളാണ്, അവൻ മൂർത്തി ജ്വല്ലറി MD ആയി എന്നൊക്കെ വെച്ചിട്ടില്ല അവനെ കല്യാണം കഴിക്കാൻ പോലും സമ്മതിച്ചത്. ഇപ്പം എല്ലാം വെറുതെ ആയല്ലോ. അമ്മ മിണ്ടാതിരിക്കേ. എനിക്ക് അനിയേട്ടൻ്റെ സ്വത്തോ പണവോ MD കസേരയൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കണത്. അനിയേട്ടനെ മാത്രമാണ്. ഓ, അനിയേട്ടനെ മാത്രം. എന്തെങ്കിലും ആവട്ടെ, നിന്റെ ഇഷ്ടം, നിന്റെ കാര്യം, നീ എന്താ ചെയ്തോ എന്ന് ജാനകിയും പറയണം. റൂമിലെത്തി അവന്തിക അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ താൻ എന്തിനാ അനിയനെ വിവാഹം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചത്? മൂർത്തി ജ്വല്ലറിയുടെ MD കസേരയിൽ അനിയേട്ടൻ ഇരിക്കുന്നു. പിന്നെ മുമ്പൊരു വിവാഹം കഴിഞ്ഞതാണ് മറ്റേ അനാമികയായിട്ട്. പക്ഷെ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ MD കസേരയിലിരിക്കുന്ന അനിയേട്ടനെ മൂർത്തി ജ്വല്ലറിയുടെ എല്ലാം ഓളിഞ്ഞോൾ അല്ലെങ്കിൽ CEO MD എല്ലാം അനിയേട്ടനാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ അതുവഴി തനിക്ക് മൂർത്തി ജ്വല്ലറിന്റെ MD കസേരയിൽ ഇരിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അനിയേട്ടനെ വിവാഹം കഴിക്കാൻ വേണ്ടി താൻ സമ്മതിച്ചത്. ഇപ്പോൾ അനിയേട്ടന് വെറും അതായത് നമ്മുടെ അപ്പുറത്തെ ജില്ലയിലുള്ള ചെറിയൊരു ഷോറൂമിൽ മാത്രമാണ്, ഒരു ചെറിയൊരു ഷോറൂം, അവിടെയാണ് MD ആയിട്ടിരിക്കുന്നത്. ആർക്ക് വേണം അത്? ഇനി എന്തായാലും അനിയേട്ടന് വിവാഹം കഴിച്ചുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോണില്ല. എല്ലാ സൗഭാഗ്യങ്ങളും കയ്യിൽ വെച്ച് തന്നാലും അയ്യോ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ തട്ടിക്കളയണ ജാതിയാണ്. പിന്നെ തന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചാലോ എന്ന് വരെ അവന്തിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തിക്ക് ഇപ്പം ഡബിൾ മൈൻഡിലാണ് കേട്ടോ. വിവാഹ നിശ്ചയം വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവന്തിക. അതേസമയം മുത്തശ്ശിനെ എല്ലാവരെയും വിളിച്ചു വരുത്തി പറയുന്നുണ്ടതേ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ് നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയം വെച്ചിരിക്കുന്നത്. അനിയുടെയും അവന്തികയുടെയും. കനകടുത്തും ഗോവിന്ദടുത്തും നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. ഓ, ആയിക്കോട്ടെ. പിന്നെ നന്ദുക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല, ഞായറാഴ്ച നമ്മൾക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. ഓ, അത് ശരിയാണ്, എന്തായാലും നിങ്ങൾ രാവിലെ തന്നെ എത്തിയിരിക്കണം എന്ന് മൂർത്തി പറയാണ്. ഇത് കേൾക്കുന്ന അനിയാണെങ്കിലും, ഈ വിവാഹ നിശ്ചയം മുടങ്ങിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും നവീനെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ട് അനി അപ്പം തന്നെ നവീൻ്റെ അടുത്തേക്ക് പോവാണ്. എടാ, നീ അനാമികനെ കണ്ടിരുന്നോ? വിവാഹ നിശ്ചയ ദിവസം അവൾ വരുമോ? വിവാഹ നിശ്ചയം മുടക്കോ? എടാ, ഞാൻ അവളെ കണ്ടിരുന്നു, വരാന്ന മട്ടിലാണ് പറയണത്. നിന്റെ വിവാഹ നിശ്ചയം എന്തായാലും മുടങ്ങുകയൊക്കെ ചെയ്യണം, നീ ടെൻഷനൊന്നും ആവണ്ട. എടാ, ഉറപ്പാണല്ലോ അല്ലേ നിന്നെ വിശ്വസിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോണത്? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നാട് വിട്ട് ഞാൻ പോയാനെ? ഇല്ലടാ, നീ ടെൻഷൻ ആവണ്ട, നീ വീട്ടിൽ തന്നെ ഇരിക്കണം, ഞായറാഴ്ച നീ വീട്ടിലുണ്ടാവണം. നിന്റെയും അവന്തികയുടെ വിവാഹ നിശ്ചയ ദിവസം അവിടേക്ക് അനാമിക വരികയും ചിലപ്പോൾ അവളുടെ കൂടെ പോലീസുകാരും ഉണ്ടാവുമായിരിക്കും. വിവാഹ നിശ്ചയം മുടക്കുകയും ചെയ്യും. എന്നിട്ട് പോലീസുകാർ പറയും, നിങ്ങളുടെ വിവാഹബന്ധം വേർപിരിയാതെ വിവാഹ നിശ്ചയം നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണെന്ന് പറയും. എന്താ, അതൊക്കെ പോരെ? അത്രയും മതിയടാ എന്ന് പറഞ്ഞിട്ട് അനി സന്തോഷത്തോടെ തിരിച്ചു പോവാണ്. നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്, പിന്നെ വിവാഹ നിശ്ചയം മുടങ്ങിയത് തന്നെ, അനാമിക പോയിട്ട് ആരും അവിടേക്ക് വരാൻ പോകുന്നില്ല. നിന്റെ വിവാഹ നിശ്ചയം നടക്കോടാ അനി, നീ അവന്തികനെ വിവാഹം കഴിച്ചോ, ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ നവീൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നവ്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നയന് തിരിച്ചു വന്നതിലേ നവ്യ റൂമിൽ
എന്നിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ചന്തുമോൾ അവിടേക്ക് വരുന്നുണ്ട്. ചന്തുമോൾ വരുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, മോളെ അകത്തേക്ക് വാ എന്ന് പറയാണ്. മോൾക്ക് എന്താ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ പേടിയാണോ? ദേ മോൾക്ക് ഞാൻ വീണ്ടും ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്, എന്നാ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പെട്ടെന്നാണ് നയന ആ കാഴ്ച കാണുന്നത്. നവ്യ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് മോളോട് സംസാരിക്കണത്. മോളോട് പറയുന്നുണ്ട്, അതെ മോളെ, മോളുടെ നയനാമ്മ വന്നല്ലോ. ഓ, ഇനിയിപ്പോ ഈ വല്യമ്മേനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ? ഇല്ല, എനിക്ക് വല്യമ്മേനെ നയനാമ്മനെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടം. എന്നാലും പൊടിക്ക് ഇഷ്ടം കൂടുതൽ നയനാമ്മ എടുത്തല്ലേ? അത് പിന്നെ കുറച്ച് ഇഷ്ടം കൂടുതൽ നയനാമ്മ എടുത്താ. അതെ, എന്നോട് എന്താ ഇഷ്ടമില്ലാത്തത്? ആദ്യം മോളോട് ദേഷ്യം കാണിച്ചോണ്ടാണോ? സോറി മോളെ, സത്യങ്ങൾ അറിയാൻ ഈ വല്യമ്മ വൈകിപ്പോയി, അതുകൊണ്ടിട്ടല്ലേ. പിന്നെ മോളോട് ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്ന. എന്താ എന്താ വല്യമ്മേ? അത് മോളെ, ഈ വല്യമ്മ വല്യമ്മ എന്നുള്ള വിളി എല്ലാവരുടെ മുമ്പിൽ മാത്രം വിളിച്ചാൽ മതി. ഈ റൂമിൽ ഇപ്പൊ ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് എന്നെ അമ്മ എന്ന് വിളിക്കാവോ? അയ്യോ, അത് എന്ന് പറയുമ്പോഴേക്കും അത് സാരില്ല മോളെ. മോളെ, നയനാമ്മേനെ നയനാമ്മ എന്നല്ലേ വിളിക്കണത്? അപ്പോ അമ്മ എന്ന് എന്നെ വിളിക്കാവോ? മോളൊന്ന് വിളിക്കാവോ? നോക്കിയേ, മോൾ അമ്മ എന്ന് വിളിച്ചാൽ ഈ വല്യമ്മക്ക് ഭയങ്കര സന്തോഷവും. പക്ഷെ വേറെ ആരുടെ മുമ്പിൽ വിളിക്കരുത്. ഇവിടെ ഞാനും മോളും മാത്രം എവിടെ ഉണ്ടെങ്കിലും എന്നെ അമ്മ എന്ന് വിളിക്കാവോ? വിളിക്കും മോളെ, വിളിക്കേ അമ്മ. മോള് അങ്ങനെ വിളിക്കണം. മോളുടെ അമ്മയെപ്പോലെ ഞാൻ കേട്ടോ. എനിക്ക് മോളോട് ഒരു ദേഷ്യമില്ല. പക്ഷെ മറ്റുള്ള മുമ്പിൽ നമുക്കൊരു പോലീസ് കള്ളം കളി പോലെ നമുക്ക് കളിക്കാം. മോളോട് ഞാൻ ഇപ്പോഴും ദേഷ്യമുള്ള പോലെ ജസ്റ്റ് അഭിനയിക്കും. പക്ഷെ ആരില്ലാത്തപ്പോൾ മോൾ ഇതുപോലെ ഞാൻ കൊഞ്ചിക്കും. നമുക്കേ നാളെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയാലോ? അയ്യോ, അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മയുടെ കൂടെ വരരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എനിക്ക് അറിയാം മോളെ. അതെ, നാളെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് ഞാൻ മോളെയും കുട്ടിക്കൊണ്ട് പുറത്തു പോവാം. എന്നിട്ട് മോൾക്ക് കുറേ ടോയ്സ് ഐസ്ക്രീം എല്ലാം വാങ്ങിത്തരാം. എന്താ മോൾക്ക് എന്താ വല്യമ്മേന് വിശ്വാസമില്ലേ? വല്യമ്മയുടെ കൂടെ വരാൻ പേടിയാണോ? അപ്പോൾ ചന്തുമോള് പറയണ്ട്, മുൻപ് എനിക്ക് പേടിയായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് പേടിയില്ല. നല്ല മോള് എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കാണ്. ഇതെല്ലാം നയന കാണുന്നുണ്ട്. ആഹാ, അപ്പോൾ ചേച്ചിക്ക് ചന്തുമോളോട് ദേഷ്യമില്ല. ചന്തുമോൾ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. മാത്രമല്ല അമ്മ എന്ന് വിളിക്കാനും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ചേച്ചി മനസ്സിലാക്കിയെന്നല്ലേ? അതെ, അത് തന്നെയാ കാരണം. ഞാനും ആദർശേട്ടനും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ചേച്ചിയുടെ മുഖത്ത് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല, സന്തോഷമായിരുന്നു. ആ സന്തോഷം അടക്കി പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചേച്ചി ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് ചെയ്യണത്. എന്തായാലും മുത്തശ്ശന്റെ വലിയ കള്ളത്തരമാണ് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെയാണോ എൻ്റെ സ്വന്തം ചേച്ചിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പാട്? എന്തായാലും ചേച്ചി അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും എന്ന് നയനെ വിചാരിക്കുകയാണ്. അങ്ങനെ നവ്യയും മോളും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എല്ലാം തന്നെ നയനെ കേൾക്കും കേട്ടോ. ഇത് ഞാൻ തമിഴിലുള്ളൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഫേക്കൊന്നല്ല, തമിഴിലെ ഒറിജിനൽ ഭാഗം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് മലയാളത്തിൽ എന്തായാലും കാണാൻ പറ്റും. കാരണം മലയാളത്തിൽ ഇതേപോലത്തെ ചെറിയ ഭാഗങ്ങളൊക്കെ, തമിഴിൽ ഇതേപോലത്തെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിലും ഈ ഭാഗം വരും. തമിഴിൽ ഞാൻ കണ്ട ഒരു ഭാഗം തന്നെയാണിത്. അതുകൊണ്ടാണ് റിവ്യൂ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.